ആ അതെ ഞാൻ ഇറങ്ങട്ടെ. എടാ ഞാൻ ഇന്നലെ മേടിക്കണം പറഞ്ഞ വേറെ സാധനം എന്തായിരുന്നു? ഉഴുന്ന്. ശർക്കര അവിടെ എഴുതിയത് ഉഴുന്ന്. എൻ്റെ തങ്ക ഞാൻ ഒന്ന് പൊക്കോട്ടെ. നിക്ക്, ഇത് മേടിച്ചു വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോന്നാ സാധനം സാധനം മേടിക്കാൻ നമ്മൾ 3-4 ദിവസം മുമ്പല്ലേ സാധനമല്ല മേടിച്ചത്. 3-4 ദിവസം മുമ്പ് മേടിച്ച് 3-4 ദിവസം എടുത്ത് നിന്നില്ലേ? ഇത് എന്താണ് ഇവിടെ ഇത്ര ചെലവ്? ഇത് ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. നീ സമൂഹ സദ്യ ഉണ്ടാക്കി ഇവിടെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? സമൂഹ സദ്യ ഒന്നും ഉണ്ടാക്കണില്ല, പക്ഷെ സമൂഹ സദ്യക്ക് പോലെ ഇവിടെ ഉണ്ടാക്കണം, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് തികയുള്ളൂ. മുട്ടൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് ഈയിടെയായിട്ടും. ദേ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ 1/2 കിലോ പരിപ്പ്, 1/2 കിലോ 100 വെളിച്ചെണ്ണ, 100 ഇഞ്ചി അതൊക്കെ മേടിച്ച വേഗം തോന്നുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ മേടിച്ചോണ്ടിരുന്നത്. അത് അന്ന്. ഇപ്പൊ അത് പറ്റുമോ? പിന്നെ ഇവിടെ ഉള്ളവർക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? ക്യാമ്പിൽ അവിടെ മെഡിക്കൽ ക്യാമ്പ് മേടിക്കണം. ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ മെഡിക്കൽ ക്യാമ്പിൽ വരുമല്ലോ നിങ്ങളെല്ലാരും. ഞാൻ വന്നില്ല. എല്ലാരും വരണം അങ്ങോട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. പണിയുണ്ട്. നീ കളിക്കരുത്. ഇവിടെ ഇതുപോലെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാ അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്നാളെ ഞാൻ പോയി എല്ലാം ടെസ്റ്റ് ചെയ്ത് അന്നാളെ പോയ പോലെ അല്ല ഇതിപ്പോ. നല്ല നമ്മുടെ ഋഷി ആശുപത്രി ഉണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. നല്ല ഡോക്ടേഴ്സ് വീഡിയോ പിടിക്കും. എടാ അതല്ല, ആദ്യം നമുക്ക് അസുഖം ഉണ്ടോയെന്ന് അറിയാം, അതൊക്കെ പരിശോധിക്കണം. ലില്ലി എടുത്ത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കരയാൻ നിങ്ങൾ എന്നിട്ട് തിരിച്ച് പോരുമ്പോൾ സാധനം മേടിച്ചോണ്ട് വന്നോ നിങ്ങൾ? എനിക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. അവൻ ഉണ്ടല്ലോ, മേടിച്ചോണ്ട് വാ. മക്കളെ നീ വരണം. ക്യാമ്പിൽ ഭക്ഷണം ഉണ്ടോ? ക്യാമ്പിൽ നിനക്ക് പെട്ടെന്ന് വരാൻ നോക്ക്. അപ്പോൾ റെഡി ആവുന്നതിന് ചൂട് 2 ദോശയുടെ ചുട്ട് തന്നിട്ട് റെഡി ആയിരിക്കും. എന്റെ റൊണാൾഡോ, നിനക്ക് ഇത് എന്തോന്നാണ്? ഐസ് പോലെ ഇരിക്കുന്നത് എങ്ങനെ കഴിക്കും ചേട്ടൻ? ഇപ്പൊ കഴിച്ചില്ലേ നീ? അതിനല്ലേ ചൂട് പോകാതിരിക്കാനല്ലേ കാസറോളിൽ ഇട്ടതേ? ചെറിയ ചൂടുണ്ട്, അത് മതി. ഈ ചൂടെങ്കിലും ആ പാചകത്തെ ഒന്ന് കാണിച്ചാൽ രുചിയോടെ കഴിച്ചുകൂടാൻ പറ്റും. നീ ഇച്ചിരി തീക്കനിൽ പോയി വായിലോട്ടിട്, അതാ കുറച്ചും കൂടി നല്ല. ഇത്ര ചൂട് വേണമെങ്കിൽ എന്റെ ലില്ലിപ്പണ്ണായിരുന്നല്ലോ ഉശിരം ദോശ. ലില്ലിപ്പണ്ണിന്റെ അടുത്തോട്ട് നീ വേഗം കഴിച്ചിട്ട് ഇതിനൊന്ന് പിടിച്ചത് കാണിക്കണം. നോക്കി എങ്ങനെയെല്ലാം പറ്റും? ഇവിടെ പൊന്നാങ്കള അവിടെ സ്പടികത്തിന്റെ ചാക്കമാഷ പറയാൻ അവിടെ ഇരിക്കും. അങ്ങോട്ട് എല്ലാം പറ്റും. ആകെ പാടെ ഇവിടുന്ന് എന്തെങ്കിലും തരുന്നത് അതിങ്ങനെ തണുത്ത മതി. ഇനി ആ പ്ലേറ്റിലെ പെയിന്റ് പോകും നക്കിയാല്. മാറിക്കാൻ അങ്ങോട്ട് കൈ ഇട്ട് തന്നെ പിടിച്ചേ. മോനെ കൊച്ചിന് കൂരകം എല്ലാം കൊടുക്കണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആ നിപ്പിള് കുപ്പിയുടെ ഊട്ടാരാടാ വലുതാക്കിയത്? അത് എന്നാല് കൂര കലക്കി വെച്ചത് കുടിക്കാൻ നോക്കിയപ്പോ ചെറിയ ഊട്ടയുടെ വന്നില്ല. അപ്പൊ തുമ്പൊന്ന് കടിച്ച് നല്ല ഇടി ഞാൻ തരും. ആ കൊച്ചിന് ഉണ്ടാക്കി വെച്ച കൂരവിന് അത് ഞാനോർത്തത് ആരുടെ ഇങ്ങനെ കാണിച്ചു വെച്ചേന്ന്. അല്ല കുറച്ചുകൂടെ തോനെ വരത്തില്ലേ മോനെ? ഇപ്പൊ അത് വരും നാം പറഞ്ഞു. അവന് വരാതില്ല, പിന്നെ നിങ്ങൾക്ക് ഇട്ട് വരാതി. എന്റെ ഏട്ടത്തിയ എടാ പോയി കൈ കഴിയിട്ട് പാടാ, ഇതിനൊന്ന് പിടിക്കണ നീ. ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം. എവിടെ പോവാ? പറയണം, അടുക്കളയിലോട്ട് പോകുന്ന ഓർമ്മയായി പോയി. വേമാ കൊച്ചിനെ പിടിക്കാൻ കഴിയില്ല, അതാണ് ഇച്ചിരി പാടാണല്ലോ.